السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ അറാഫ് 179 മുതലുള്ള വചനങ്ങളിലേക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അവ ഉപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുകയില്ല. അവർ കാലികളെ പോലെയാകുന്നു. അല്ല, അവരാണ് കൂടുതൽ വഴിപിഴച്ചവർ. അവർ തന്നെയാണ് അശ്രദ്ധരായവർ. മനുഷ്യന് ഒരു സത്യാന്വേഷണ ത്വര ജന്മസിദ്ധമായി തന്നെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്ന ഇടത്താണ് അയാളുടെ വിജയം. സത്യത്തിൻ്റെ വഴി, സ്വർഗത്തിൻ്റെ വഴി മനുഷ്യൻ കണ്ടെത്താനും സ്വീകരിക്കാനുമുള്ള പ്രേരണ കൂടിയാണ് മേൽ വാക്യത്തിൻ്റെ പ്രയോഗം നമ്മോട് ഉണർത്തുന്നത്. നരകത്തിൻ്റെ വഴിയാണല്ലോ മനുഷ്യരിൽ അധിക പേരും തെരഞ്ഞെടുത്തത് എന്ന ധ്വനിയുമുണ്ട് ആ വാക്യങ്ങളുടെ പ്രയോഗത്തിൽ. സത്യം ഗ്രഹിക്കാൻ പര്യാപ്തമായ മനസ്സും ചിന്താശേഷിയുമുള്ള മനുഷ്യൻ അത് എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കണം. ഓരോ മനുഷ്യന് ചുറ്റിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. അത് കാണുവാനും ചിന്തിക്കുവാനും മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നും ഉണർത്തുന്നു അള്ളാഹു. അവരുടെ കേൾവി എന്ന കഴിവ് ഉപയോഗിച്ച് ഭൗതിക ആസ്വാദനങ്ങൾ മാത്രം കേൾക്കാൻ സമയം കണ്ടെത്തുന്നു. കാലികളോട് ഉപമിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, മൃഗങ്ങൾക്ക് അവയുടേതായ ധർമ്മങ്ങളുണ്ട്. അവയുടെ ധർമ്മങ്ങൾ അവ യഥാവിധി നിർവഹിക്കുന്നുമുണ്ട്. മനുഷ്യ ധർമ്മമെന്തെന്നോ ധർമ്മമാർഗമേതെന്നോ ചിന്തിക്കുവാനും കണ്ടെത്തുവാനുമുള്ള പ്രേരണയും മേൽവാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. മനുഷ്യന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജിന്നുകൾ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അവരിലും നല്ലവരും അല്ലാത്തവരുമുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് വഴിയേ നൽകപ്പെടും. അള്ളാഹുവിന് അതിമഹത്തായ 99 വിശിഷ്ട നാമങ്ങളുണ്ട്. യാ റഹ്മാൻ, യാ റഹീം, യാ മാലിക് എന്ന് തുടങ്ങി 99 നാമങ്ങളാണവ. ഈ പേരുകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവെ പ്രകീർത്തിക്കുന്നതും അവകൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നതും പുണ്യകരമാണ്. പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രതിഭാസവും അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളുടെ പ്രകടനങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും ദുസ്സൂചനകൾ ഉൾക്കൊള്ളുന്ന പേരുകൾ അള്ളാഹുവിന് നൽകാനും പാടില്ലാത്തതാണ്. وَمِمَّنْ خَلَقْنَا أُمَّةٌ يَهْدُونَ بِالْحَقِّ وَبِهِ يَعْدِلُونَ. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. വല്ലദീന കദ്ദബൂ ബിആയാതിനാ സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളഞ്ഞവരാകട്ടെ,
അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ്. വഉംലീലഹും ഇന്ന കൈദീ മതീൻ. അവർക്ക് ഞാൻ ഇട കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും എൻ്റെ തന്ത്രം സുശക്തമാണ്. സത്യമനുസരിച്ച് ജനങ്ങളെ വഴി നടത്തുകയും സത്യവും നീതിയും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടാകും എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങളെ നിഷേധിച്ച് ജീവിതം നയിക്കുന്നവരെ അവരറിയാത്ത രൂപത്തിൽ പടിപടിയായി അള്ളാഹു പിടികൂടുന്നതാണ്. എന്നാൽ അവസാന പിടുത്തം സംഭവിച്ചാൽ അതിൽ നിന്ന് കുതറി മാറാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ശക്തമായ താക്കീതാണ് മേൽ ഉദ്ധരിച്ച 2 വാക്യങ്ങൾ നൽകുന്നത്. കാരുണ്യവാനായ അള്ളാഹു പശ്ചാത്താപത്തിന്റെ വാതിലുകൾ മനുഷ്യർക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു. തുടർന്നു വരുന്ന വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്, മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. ഈ മനുഷ്യന് സമനില തെറ്റിയിരിക്കുകയാണ് എന്ന് പോലും അവർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ വരുന്ന ഏതൊരു ആരോപണത്തിനും മറുപടി നൽകുന്നത് അള്ളാഹുവാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊന്നിനും പ്രതികരിക്കുകയോ മറുപടി നൽകുകയോ ചെയ്യേണ്ടി വരുന്നില്ല. അവലം യതഫക്കറൂ മാ ബിസ്വാഹിബിഹിം മിൻ ജിന്നഹ് ഇൻ ഹുവ ഇല്ലാ നദീറും മുബീൻ. അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ അവരുടെ കൂട്ടുകാരന്, അതായത് മുഹമ്മദ് നബിക്ക് ഭ്രാന്തൊന്നുമില്ല. അദ്ദേഹം വ്യക്തമായി താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ്. അവലം യൻദുറൂ ഫീ മലകൂതിസ് സമാവാതി വൽ അർളി വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ വഅൻ അസാ അൻ യകൂന ഖദ് ഇഖ്തറബ അജലുഹും ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യത്തെപ്പറ്റിയും അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവെപ്പറ്റിയും അവരുടെ അവധി അടുത്തിട്ടുണ്ടായിരിക്കാം എന്നതിനെപ്പറ്റിയും അവർ ചിന്തിച്ചു നോക്കിയില്ലേ? ഇനി ഇതിനു ശേഷം, അതായത് ഈ വിശുദ്ധ ഖുർആനിന് ശേഷം ഏതൊരു വൃത്താന്തത്തിലാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത്? മൻ യുദ്ലിലില്ലാഹു ഫലാ ഹാദിയ ലഹു വയദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ഏതൊരുവനെ അള്ളാഹു പിഴവിലാക്കുന്നുവോ അവനെ നേർവഴിയിലാക്കാൻ പിന്നെ ആരുമില്ല. അവരുടെ ധിക്കാരത്തിൽ അന്ധമായി വിഹരിച്ചു കൊള്ളാൻ അള്ളാഹു അവരെ വിട്ടേക്കുന്നതാണ്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. അന്ത്യ സമയത്തെപ്പറ്റി അവർ താങ്കളോട് ചോദിക്കുന്നു, അതെപ്പോഴാണ് വന്നെത്തുന്നതെന്ന്. പറയുക, അതിനെപ്പറ്റി അറിവ് എൻ്റെ രക്ഷിതാവിങ്കൽ മാത്രമാണ്. അതിൻ്റെ സമയത്ത് അത് വെളിപ്പെടുത്തുന്നത് അവൻ മാത്രമാകുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും അത് ഭാരിച്ചതായിരിക്കുന്നു. പൊടുന്നനെയല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല. താങ്കൾ അതിനെപ്പറ്റി ചുഴിഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കിയവനാണെന്ന ഭാവത്തിൽ താങ്കളോട് അവർ ചോദിക്കുന്നു. പറയുക, അതിനെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിങ്കൽ മാത്രമാണ്. പക്ഷേ അധികം ആളുകളും കാര്യം മനസ്സിലാക്കുന്നില്ല. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജബൽ ഇബ്നു അബി ഖുശൈർ, ശംവാൽ ഇബ്നു സയ്യിദ് എന്നീ ജൂത നേതാക്കൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും ഖിയാമം നാൾ എപ്പോഴാണെന്ന് തങ്ങൾക്കറിയാമെന്നും താങ്കൾ നബിയാണെങ്കിൽ ഞങ്ങളോടത് പറയണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ സന്ദർഭത്തിലാണ് 187 വചനം അവതരിക്കുന്നത്. അസ്ബാബുൻ നുസൂൽ 130 വിവരിക്കുന്നു. അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നത് അള്ളാഹുവിന് മാത്രം അറിവുള്ള കാര്യമാണ്. യഥാസമയം അള്ളാഹുവാണ് അത് വെളിപ്പെടുത്തുക എന്നും ആകാശഭൂമികളിൽ അതൊരു ഭയങ്കര സംഭവമായിരിക്കുമെന്നും മറുപടി നൽകുവാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നു. قل لا أملك لنفسي نفعا ولا ضرا إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون. നബിയെ പറയുക, എൻ്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എൻ്റെ അധീനത്തിൽപ്പെട്ടതല്ല. അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എനിക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു. തിന്മ എന്നെ ബാധിക്കുകയുമില്ലായിരുന്നു. ഞാനൊരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനും മാത്രമാണ്. هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. ഒരൊറ്റ ദേഹത്തിൽ നിന്ന് തന്നെ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് അവൻ. അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും അവൻ ഉണ്ടാക്കി. അവളോടൊത്ത് അവൻ സമാധാനമടയുവാൻ വേണ്ടി അങ്ങനെ അവൻ അവളെ പ്രാപിച്ചപ്പോൾ അവൾ ലഘുവായ ഒരു ഭാരം വഹിച്ചു. എന്നിട്ട് അവൾ അതുമായി നടന്നു. തുടർന്ന് അവൾക്ക് ഭാരം കൂടിയപ്പോൾ അവരിരുവരും അവരുടെ രക്ഷിതാവായ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് നീ നല്ല സന്താനത്തെ തരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും. അള്ളാഹു ആദം അലൈഹിസ്സലാമിയെ സൃഷ്ടിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുകയും അനന്തരം ഒരേ വർഗത്തിൽ നിന്നായി സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രയാസഘട്ടത്തിലും ഗർഭാവസ്ഥയിലും ലാത്തയോടും ഉസ്സയോടുമൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. ശേഷം അത്തരം സാങ്കല്പികതകൾക്ക് പിന്നാലെ പോകുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പുകളാണ് അള്ളാഹു നൽകുന്നത്. فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون. അങ്ങനെ അവൻ, അതായത് അള്ളാഹു അവർക്കൊരു നല്ല സന്താനത്തെ നൽകിയപ്പോൾ അവർക്കവൻ നൽകിയതിൽ അവർ അവന് പങ്കുകാരെ ഏർപ്പെടുത്തി. എന്നാൽ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു ഉന്നതനായിരിക്കുന്നു. അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. അവർ പങ്കു ചേർക്കുന്നത് യാതൊന്നും സൃഷ്ടിക്കാത്തവരെയാണോ? അവർ, അതായത് ആ ആരാധ്യർ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കപ്പെടുന്നവരുമാണ്. ولا يستطيعون لهم نصرا ولا أنفسهم ينصرون. അവർക്കൊരു സഹായവും ചെയ്യാൻ അവർക്ക്, അതായത് ആ പങ്കാളികൾക്ക് സാധിക്കുകയില്ല. സ്വദേഹങ്ങൾക്ക് തന്നെ അവർ സഹായം ചെയ്യുന്നതുമല്ല. وإن تدعوهم إلى الهدى لا يتبعوكم سواء عليكم أدعوتموهم أم أنتم صامتون.
നിങ്ങൾ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അവർ നിങ്ങളെ പിൻപറ്റുന്നതുമല്ല. നിങ്ങൾ അവരെ ക്ഷണിച്ചിരുന്നാലും നിങ്ങൾ നിശബ്ദത പാലിച്ചിരുന്നാലും നിങ്ങൾക്ക് സമമാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുകും ഫദ്ഊഹും ഫൽയസ്തജീബൂ ലക്കും ഇൻ കുന്തും സ്വാദിഖീൻ. തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ മാത്രമാണ്. എന്നാൽ നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. അലഹും അർജുലുൻ യംശൂന ബിഹാ അം ലഹും ഐദിൻ യബ്തിശൂന ബിഹാ അം ലഹും അഅ്യുനുൻ യുബ്സിറൂന ബിഹാ അം ലഹും ആദാനുൻ യസ്മഊന ബിഹാ ഖുൽ ഉദ്ഉ ശുറകാഅകും സുമ്മ കീദൂനി ഫലാ തുൻദിറൂൻ. അവർക്ക് നടക്കാൻ കാലുകളുണ്ടോ? അവർക്ക് പിടിക്കാൻ കൈകളുണ്ടോ? അവർക്ക് കാണാൻ കണ്ണുകളുണ്ടോ? അവർക്ക് കേൾക്കാൻ കാതുകളുണ്ടോ? നബിയെ പറയുക, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചിട്ട് എനിക്കെതിരായി തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങൾ ഇട തരേണ്ടതുമില്ല. അള്ളാഹുവിന് പുറമെ ആർക്കൊക്കെ ഏതൊരു വസ്തുവിനൊക്കെ ദിവ്യത്വം കൽപ്പിക്കപ്പെടുന്നുവോ അവരൊക്കെയും നിസ്സഹായരും പ്രത്യേകിച്ച് യാതൊരു കഴിവുമില്ലാത്തവരുമാണ്. അവരോട് പ്രാർത്ഥിക്കുന്നവരും അവരുടെ പേരുകൾ പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നവരും യാഥാർത്ഥ്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾ ആരാധ്യ വസ്തുക്കളായി സ്വീകരിച്ചിട്ടുള്ളവകളെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാമെങ്കിൽ പ്രയോഗിച്ചു കൊള്ളുക എന്ന് മക്കയിലെ മുശ്രിക്കുകളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇവിടെ. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹീൻ. തീർച്ചയായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവനായ അല്ലാഹുവാകുന്നു എന്റെ രക്ഷാധികാരി. അവനാണ് സജ്ജനങ്ങളുടെ സംരക്ഷണമേൽക്കുന്നത്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതീഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. അവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. സ്വദേഹങ്ങൾക്ക് തന്നെയും അവർ സഹായം ചെയ്യുകയില്ല. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ലാ യസ്മഊ വതറാഹും യൻദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ. നിങ്ങൾ അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം അവർ കേൾക്കുകയില്ല. അവർ നിന്റെ നേരെ നോക്കുന്നതായി നിനക്ക് കാണാം, എന്നാൽ അവർ കാണുന്നില്ലതാനും. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. താങ്കൾ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ വിട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുക. وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ سَمِيعٌ عَلِيمٌ. പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും താങ്കളെ ബാധിക്കുകയാണെങ്കിൽ താങ്കൾ അല്ലാഹുവോട് ശരണം തേടിക്കൊള്ളുക. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ പിശാച് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ശാസനയിൽ നിന്ന് തടയുന്ന വല്ല ദുർബോധനവും അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. അള്ളാഹുവിൽ അഭയം തേടുകയും ചെയ്യുക. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരെ
പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവും ബാധിച്ചാൽ അവർക്ക് അള്ളാഹുവെപ്പറ്റി ഓർമ്മ വരുന്നതാണ്. അപ്പോഴതാ അവർ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു. വഇഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്യി സുമ്മ ലാ യുഖ്സിറൂൻ. എന്നാൽ അവരുടെ, അതായത് പിശാചുക്കളുടെ സഹോദരങ്ങളെ ആവട്ടെ അവർ ദുർമാർഗത്തിൽ അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർ അധർമ്മത്തിൽ ഒട്ടും കമ്മി വരുത്തുകയില്ല. വഇദാ ലം തഅതിഹിം ബിആയത്തിൻ ഖാലൂ ലൗല ജതബൈതഹാ ഖുൽ ഇന്നമാ അത്തബിഉ മാ യൂഹാ ഇലയ്യ മിൻ റബ്ബീ ഹാദാ ബസായിറു മിൻ റബ്ബിക്കും വഹുദൻ വറഹ്മത്തുൻ ലിഖൗമിൻ യുഅ്മിനൂൻ. താങ്കൾ അവർക്ക് ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ അവർ പറയും, താങ്കൾക്ക് തന്നെ അത് സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കിക്കൂടെ. നബിയെ പറയുക, എന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ബോധനം നൽകപ്പെടുന്നതിനെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കണ്ണു തുറപ്പിക്കുന്ന തെളിവുകളും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് ഇത്, അതായത് വിശുദ്ധ ഖുർആൻ. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽഗുദുവ്വി വൽ ആസാലി വലാ തകും മിനൽ ഗാഫിലീൻ. വിനയത്തോടും ഭയപ്പാടോടും കൂടി വാക്ക് ഉച്ചത്തിലാകാതെ രാവിലെയും വൈകുന്നേരവും നീ നിന്റെ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിക്കുക. നീ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിലാകരുത്. ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. തീർച്ചയായും താങ്കളുടെ രക്ഷിതാവിന്റെ അടുക്കലുള്ളവർ, അതായത് മലക്കുകൾ, അവനെ ആരാധിക്കുന്നതിനെപ്പറ്റി അഹംഭാവം നടിക്കുകയില്ല. അവർ അവന്റെ മഹത്വം പ്രകീർത്തിക്കുകയും അവനെ പ്രണമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതീർണമായ വിശുദ്ധ ഖുർആൻ തന്നെയാണ് അതിമഹത്തായ ദൃഷ്ടാന്തം. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് സന്മാർഗ ദർശനവും കാരുണ്യവുമാണ് അത്. ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ മൗനം അവലംബിക്കുകയും ഭയഭക്തി ബഹുമാനങ്ങളോടെ അത് ശ്രവിക്കുകയും ചെയ്യുക. എല്ലായ്പ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കുകയും വേണം. അള്ളാഹുവിന്റെ ഉന്നത സൃഷ്ടികളാണ് മലക്കുകൾ. അവർ നിരന്തരം അള്ളാഹുവെ പ്രകീർത്തിക്കുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവരായിട്ട് കൂടി അഹങ്കാരം അവരെ സ്പർശിക്കുക പോലുമില്ല എന്ന് അള്ളാഹു പ്രത്യേകം ഉണർത്തിയിരിക്കുന്നു. 206 വാക്യം പാരായണം ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും തിലാവത്തിന്റെ സുജൂദ് പ്രത്യേകം സുന്നത്തുണ്ട്. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗത്ത് 8-ാം അധ്യായം സൂറത്തുൽ അൻഫാൽ ആരംഭിക്കുന്നു. ഇൻഷാ അല്ലാഹ്. സദഖല്ലാഹു മൗലാനൽ അലിയ്യിൽ അലീം വസദ്ദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം. നഹ്നു അലാ ദാലിക മിനശ് ശാകിരീന ശാഹിദീന ദാലിക വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.